എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിൽക്കാണ്ട് പോയിക്കൂടെ? ഞാൻ ഇവിടെ കുറച്ചു നേരം വെറുതെ നിൽക്കട്ടെ. എന്തിനാ വെറുതെ നിൽക്കണ്? വെറുതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ 2 വർഷം വിറക് കൊണ്ട് തരാം, കുത്തി കീർത്താൻ എനിക്ക്. വെറുതെ മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. ഇപ്പൊ എന്താ നമ്മുടെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടല്ലോ? എന്ത്? മറ്റേ എങ്ങനെയായിരുന്നു? കാണാൻ സൂപ്പറായിരുന്നു. ആണോ? അത്തവിട്ടുള്ള ജാതകം ആരെങ്കിലും നോക്കാറുണ്ട്? ഇത്രയും വർഷമായില്ലേ അമ്മ, അതൊക്കെ മറക്കുക. അങ്ങനെ മറക്കണ എങ്ങനെയാ ജമന്തി? അങ്ങനെ മറക്കാൻ പറ്റുമോ? ഹൃദയത്തിൽ തോന്നിയ സ്നേഹം അങ്ങനെ സ്നേഹവും പ്രേമവും മറിഞ്ഞിട്ടില്ലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അല്ലടി, നമുക്ക് അവിടെ പോയിരുന്ന വിശേഷം പറയാം. വീട്ടിൽ കഴിച്ചോണ്ട് പറയാം. വാ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. കാരണം നമുക്ക് ആരുമില്ലല്ലോ ചോദിച്ചു മേടിച്ച് കഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശക്കുമ്പോ ഞാൻ ചോദിക്കാം. അത് പറ്റില്ല, ഞങ്ങളുടെ അമ്മാവനല്ലേ. അമ്മ വിശന്നിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ കഴിക്കും? വാ ജമന്തി, നിങ്ങൾ ആരും കൊടുക്കണ്ട, എന്റെ അമ്മാവന് കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ. വാ അമ്മാവ, നമുക്ക് അവിടെ നല്ല അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ. എത്ര ദിവസം ഉണ്ടാവും? ഏണ്ട കടന്ന് ആരും ഉണ്ടാവും. തങ്കോ, തങ്കം അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ട് അമ്മാവന്. ഒന്നും നിങ്ങളൊന്ന് പൊയ്ക്കാ, ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ. അമ്മാവ സീരിയസ് ആയിട്ട് പറയാം, അമ്മ അവിടെ നിന്ന് വിഷമിച്ചിരിക്കുകയാണേ. അമ്മയും കഴിച്ചിട്ടില്ല. വാ, അതൊക്കെ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളൂ. ഇതെനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും പിന്നെയും കിടന്നുകൊണ്ട് വലിയ ജാട കാണിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. എടി, ഞാനിവിടെ വെറുതെ നിൽക്കണേന് നിങ്ങൾക്ക് എന്താ? വെറുതെ നിൽക്കണ്ട. വാ, ഒന്നാമത് എന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. അതാ പറഞ്ഞ തങ്കം തരാന്ന്. ഞാൻ അങ്ങോട്ട് വന്നോളാം. പൊക്കോ. എന്റെ വീടൊന്നും അല്ല അത്. വാ, എനിക്കിപ്പോ വേണ്ട. അമ്മാവനും കൂടെ ഉള്ള വീടാ. വാ, നീ ഇങ്ങോട്ട് വാ. നീ പൊയ്ക്കാണ്. എത്ര വിളിച്ചിട്ട് നീ വരൂലെന്ന് വെച്ചാൽ കഷ്ടമാണ് കേട്ടാ. നീ കഴിച്ചില്ലെങ്കിൽ ഞാനും ഇവിടെ നീ ഒന്നും കഴിക്കുന്നില്ല. നീ വന്ന് കാപ്പി കുടിക്കാനാണ് പറഞ്ഞത്. അമ്മാവന് വേണ്ടാന്ന്, വിശക്കണില്ലാന്ന്. അതെ, ഞാൻ വിശക്കുമ്പോ വന്നോളാം. ചേച്ചി പോയി കഴിച്ചു. നീ കഴിക്കാതെ ഞാനെങ്ങും കഴിക്കുന്നില്ല. കഴിക്കില്ല. വയസ്സുകാലത്ത് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ല അസുഖം വരും കേട്ടോ. അറിയാലോ എനിക്ക് അസുഖമാണെന്നുള്ളത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വന്ന് കഴിക്കും. നീ കഴിക്കാതെ ജലപാനം ഞാൻ ചെയ്യത്തില്ല. അത് തീർച്ചയുള്ള കാര്യം തന്നെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് നീ ഞാൻ കഴിക്കേണ്ട നേരത്തിന് കഴിക്കേണ്ട ഒന്നും അസുഖം വരുത്തണ്ട. വാ. അതിലെനിക്ക് ചേച്ചീനോട് പിണക്കൊന്നുമില്ല. അളിയനാ മരിച്ചു എന്ന് കരുതിട്ട് ചാവുന്നവരെ ഞാൻ ക്ഷമിക്കില്ലേ? അങ്ങനെ കഴിക്കണല്ലേ. ഇനിയിപ്പോ ഞാൻ കഴിക്കേണ്ട വയസ്സുകാലത്ത് കഴിക്കാണ്ടിരുന്നിട്ട് അസുഖം വരുത്തണ്ട. ഓ, അങ്ങനെ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. അയ്യോ, നീ നിന്റെ വായി വെച്ചോണ്ട് അടങ്ങിയിരിക്കും. അവന്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കഴിക്കാൻ സമ്മതിക്കാതെ. ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാം, നീ കഴിക്കേ. വേണോ? ചാറ് വേണോ? ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. കുടിക്കുന്ന എന്റെ കാലം കഴിഞ്ഞ പിന്നെ എന്റെ ചെറുക്കൻ ആരും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക്. അതിനെല്ലാം ഇഷ്ടംപോലെ അനാഥാലയങ്ങളുണ്ടല്ലോ. അവിടെ കൊണ്ട് വൃദ്ധസാധനത്തിലൊക്കെ കൊണ്ടുവന്നാക്കാമല്ലോ. ആ, നിങ്ങളൊക്കെ എന്നാ അവിടെ കൊണ്ടാക്കൂ. ഇഡലിയുടെ കൂടെ ചോദിച്ചാലേ ചായ തരുമെന്നാ പറഞ്ഞു. ഇപ്പൊ ചായ ഇല്ലേ? എന്തോ ചായ എടുത്തോണ്ട് വാ. എടുക്കുവാ. എനിക്ക് ചായ വേണ്ട, കട്ടൻ ചായ മതി. ഓഹോ, കട്ടൻ ചായ മതിയെന്ന്. വലിയ പാടാണോ? എന്തോന്ന്, എനിക്ക് ഒരു പാടുമില്ല അവന്റെ കാര്യത്തില്. അത് വേണ്ടാന്ന് പറഞ്ഞെന്ന്, അതുകൊണ്ട് മാറ്റി വെച്ചതാ. എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റി വെക്കണോ? അവന്റെ അടുത്ത് ഇരിക്കട്ടെ, അവന് ആവശ്യം ഉണ്ടെങ്കിൽ അവൻ എടുത്ത് കഴിച്ചോളൂ. എന്തൊരാങ്ങളെ സ്നേഹം. എന്റെ ആങ്ങളെ എന്താ മാനത്തുനിന്ന് പൊട്ടി വീണതോ? നിനക്കറിഞ്ഞൂടാ. ദൈവമേ, കൊച്ചിലെ എന്തെല്ലാം കുസൃതിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരിലുള്ളായിരുന്നു. നിങ്ങളെ പോലെ അടിയും പിടിയും വഴക്കും മയ്യാവേലിയും ഒന്നും ഇല്ലായിരുന്നു. അവനൊരു ഇച്ചിരി കട്ട് തിന്നുമായിരുന്നു. മോഷണം ഉണ്ടായിരുന്നല്ലേ? അത്ര കളിയാക്കാനൊന്നുമില്ല. ചെറുപ്പത്തിൽ എല്ലാവരും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെ തിന്നും. ഞങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. ചെമ്മീനെന്ന് പറഞ്ഞ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് വെച്ചാലും കറി വെച്ചാലും മാങ്ങയിട്ട് പറ്റിച്ചാലും എൻ്റെ ചെറുക്കൻ അത് മാത്രം മതിയായിരുന്നു. ചില്ലറയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുന്നത്. കഴിക്കങ്ങോട്ട് എങ്ങനെ ഇരുന്ന ശരീരമാണ്. ഞാൻ കാണുമ്പോഴേക്കും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞാൻ കാണുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. എന്താ മുഖത്തിന്റെ തുടുപ്പും പോയി, തുടാണ് ഇരുന്നത്. എന്ന് തന്നെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്നവർക്ക് എന്റെ രൂപമാറ്റമൊക്കെ മനസ്സിലാവുള്ളൂ. അത് തന്നെ. എൻ്റെ ചെറുക്കൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ജമന്തി, നീ ഒരു കാര്യം ചെയ്യ്.
പോയി കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചോണ്ട് പോവാ. അവൻ ഏറ്റവും ഇഷ്ടപ്പെടണ്ട. ഓ എന്താ ദൈവമേ, ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറാവൻ തിന്നുന്ന അറിയാമോ നിങ്ങൾക്ക്? എന്നാ മേടിക്കണ്ട, ഒരു പറയൊക്കെ തിന്നാ ബുദ്ധിമുട്ടാവും. ഒന്നടങ്ങിയേരി എടി, ഒന്നടങ്ങിയേരി. എന്റെ പൊന്നെ, ഒരു ചെറു കടുപ്പം തന്നെ. ഇവിടെ പോയി കഴിക്കുമോ? അമ്മ കഴിക്കണില്ലേ? ഞാൻ കഴിച്ചോളാം. അനിയൻ കഴിച്ചു കഴിഞ്ഞ് ഇനി ഇരിക്കും. ആ, ഞാൻ ഇരുന്ന് കഴിച്ചോളാം. കഴിക്കാം. നീ അതും കൂടെ കഴിക്കേ. ചേച്ചി കഴിച്ചിട്ട് ഞാൻ കഴിക്കും. പിന്നെ വയറ് നിറഞ്ഞു മേടിക്കും. അമ്മ നിന്ന് കൂട്ടിയല്ല അമ്മാവനെ. അമ്മാവന് കഴിക്കാൻ പറഞ്ഞില്ലല്ലോ എത്ര നേരമായിട്ട്. കട്ടൻ ചായ എടുത്ത് ചുമ്മാ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയാം. എനിക്കല്ല, വേണ്ട, നിന്റെ പാത്രത്തിൽ ഞാൻ കഴിച്ചോളാം. എനിക്ക് അവന്റെ കാര്യം ആലോചിച്ചിട്ട് അമ്മാവനൊന്ന് കൊന്നെടുക്കും സ്നേഹിച്ചു. അതൊക്കെ വിഷമിക്കണ്ടടാ. ആരില്ലെങ്കിലും ദൈവം നിനക്ക് കൂട്ടു കാണും കേട്ടാ. ചേച്ചി കഴിക്കും.